തിരികെത്താം. സി വി അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, നാട്ടുകാരുടെ പ്രതികരണവും അതായത് ജിതിൻ അർജുന്റെ കുടുംബാംഗമായ ജിതിൻ പറഞ്ഞത് ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അപ്പോഴും ഈ ദൌത്യം തുടരുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ അർജുനെ ഓർമ്മിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളടക്കം നടക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് നിന്ന്. ഇന്ന് വിശദാംശങ്ങൾ എന്താണ്? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു രക്ഷാദൗത്യം നിർത്തിവെച്ചേക്കുമെന്ന വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യൂഹം പരന്നപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ വല്ലാത്ത ആശങ്കയിലായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നുമില്ല. അർജുനെ കണ്ടെത്തും വരെ ഇത് തുടരും എന്ന വിവരം വന്നതിന് ശേഷമാണ് അവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ സമാധാനം അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ഈ കണ്ണാടിക്കലിൽ അർജുൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരും അർജുൻ്റെ കൂടെ പഠിച്ചവരും അതുപോലെ ഒപ്പം ജോലി ചെയ്തിരുന്നവരും മുതിർന്നവരുമായിട്ടും പാർട്ടിയിലൊപ്പം പ്രവർത്തിച്ചവരും അങ്ങനെ എണ്ണമറ്റ മേഖലകളിൽ അർജുനൊപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ നമ്മളിത് കണ്ടിരുന്നു. എല്ലാവർക്കും അർജുൻ്റെ കണ്ടെത്തുക എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ ഇപ്പോൾ പങ്കുവെക്കാനില്ല എന്നുള്ളതാണ്. ഞാൻ 11 ദിവസം കഴിഞ്ഞതോടെ ഇനി ഏത് തരത്തിലായിരിക്കും അർജുനെ തിരിച്ചു കിട്ടുക എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ടെങ്കിൽ പോലും അർജുനെ കണ്ടെത്തണം, അത് കാണാതിരിക്കാൻ കഴിയുകയില്ല. അവസാനമായിട്ടൊന്ന് കാണണം എന്ന ആഗ്രഹമാണ് സർവരും പങ്കുവച്ചത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അർജുന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടന്നിരുന്നു. അത് എല്ലാത്തിനും അപ്പുറം മാനവികതയുടെ ഒരു വലിയ അടയാളമായിട്ടാണ് അത്തരം പ്രാർത്ഥനകളെയൊക്കെ തന്നെ കാണേണ്ടത്. കാരണം ഈ നാടിന് എല്ലാവർക്കും അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുന്നത് വരെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ ഒരു രക്ഷാദൗത്യം തെരച്ചിൽ തുടരണം എന്ന് തന്നെയായിരുന്നു നാടിൻ്റെ ആവശ്യം. അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള തീരുമാനം തന്നെ കർണാടകയിൽ നിന്ന് വന്നതോടെ അവർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഏറെ വൈകാതെ പ്രതിസന്ധികൾ ഒട്ടനേകമുണ്ട്. കുത്തൊഴുക്ക് നമുക്ക് ഒരു ഡൈവർക്കൊന്നും ഇറങ്ങാൻ കഴിയാത്തത്ര വേഗത്തിലാണ്. ആഴമുണ്ട്, മഴയുണ്ട്. പക്ഷേ ഇതൊക്കെ അതിജീവിച്ച് അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഒരാശങ്ക മാത്രമാണുള്ളത്. ക്യാബിനിൽ അർജുനെ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പിന്നീട് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിന് ഉത്തരം കിട്ടുന്നതല്ല. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നൽ ആണ് ഇവിടെ കണ്ണാടിക്കൽ ഗ്രാമം പങ്കുവെക്കുന്നത്. സി വി അനുമോദ്, കണ്ണാടിക്കൽ ഗ്രാമം, അർജുന്റെ കുടുംബം, കേരളത്തിലുള്ളവരെല്ലാവരും ആ പ്രതീക്ഷ പുലർത്താൻ തുടങ്ങിയിട്ട് 11 നാളുകൾ ആകുന്നു. അപ്പോഴും അർജുൻ കാണാമറയത്ത് തുടരുകയാണ്. ഏതായാലും തെരച്ചിൽ തുടരുകയാണ്. ദൌത്യം അവസാനിപ്പിക്കുകയില്ല എന്ന് ഷിരൂരിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.